ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനമായ ജൂൺ 4 നടക്കുന്ന വിജയാഹ്ലാദ പ്രകടനങ്ങൾ അതിരുവിടരുതെന്നും ഇതുമായി ബന്ധപ്പെട്ട കർശന നിർദ്ദേശം രാഷ്ട്രീയ പാർട്ടികൾ താഴെത്തട്ടിലേക്ക് നൽകണമെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ കൂടിയായ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർദ്ദേശിച്ചിരിക്കുകയാണ്. വോട്ടെടുപ്പ് ദിവസത്തിൽ എന്ന പോലെ വോട്ടെണ്ണൽ ദിനത്തിലും ജില്ലയിൽ സമാധാനപരമായ അന്തരീക്ഷം കാത്തുസൂക്ഷിക്കാൻ എല്ലാവരും സഹകരിക്കണം. ചെറിയ അക്രമ സംഭവങ്ങൾ വലിയ സംഘർഷങ്ങളായി മാറുന്ന സ്ഥിതി പലപ്പോഴും ഉണ്ടാവാറുണ്ടെന്നും അത്തരം അനിഷ്ട സംഭവങ്ങൾ ജില്ലയിൽ ഉണ്ടാവുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്നുമാണ് കളക്ടർ പറഞ്ഞിരിക്കുന്നത്. ജില്ലയുടെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കുന്ന യാതൊന്നും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വോട്ടെടുപ്പ് വേളയിൽ എന്ന പോലെ വോട്ടെണ്ണൽ ദിനത്തിലും സമാനാന്തരീക്ഷം നിലനിർത്തുന്നതിനായി കർശന സുരക്ഷാ സംവിധാനം ഒരുക്കിയതായി കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ രാജ്പാൽ മീണ, വടകര റൂറൽ SP ഡോക്ടർ അരവിന്ദ് സുകുമാർ എന്നിവരും അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ബോർഡുകളും മറ്റും വോട്ടെണ്ണൽ ദിനത്തിന് മുന്നോടിയായി ഉടൻ തന്നെ എടുത്തുമാറ്റാൻ ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകണം. ആഹ്ലാദ പ്രകടനങ്ങൾ ഒരു കാരണവശാലും രാത്രിയിലേക്ക് നീളുന്ന സാഹചര്യമുണ്ടാകാൻ പാടില്ല. ആഘോഷ പരിപാടികളുടെ ഭാഗമായി പടക്കങ്ങൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണമെന്നും അവർ പറയുന്നുണ്ട്. ഇവയുമായി ബന്ധപ്പെട്ട് സമവായമുണ്ടാക്കുന്നതിനും ഏകോപനം സാധ്യമാക്കുന്നതിനുമായി സ്റ്റേഷൻ ഹൌസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ പ്രാദേശിക തലത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കുമെന്നും അവർ അറിയിച്ചിരിക്കുകയാണ്. നാട്ടിൽ സമാധാനാന്തരീക്ഷം നിലനിർത്തുന്നതിന് ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നുള്ള എല്ലാ നടപടികൾക്കും പൂർണ്ണ പിന്തുണ അറിയിക്കുന്നതായി യോഗത്തിൽ പങ്കെടുത്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പറഞ്ഞു. ആഹ്ലാദ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട് സമാധാനം തകർക്കുന്ന ഒരു പ്രവൃത്തിയും ആരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവരുതെന്ന കർശന നിർദ്ദേശം പ്രവർത്തകർക്ക് ഇതിനകം നൽകിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക തലത്തിൽ ജനപ്രതിനിധികളെയും പാർട്ടി പ്രതിനിധികളെയും പങ്കെടുപ്പിച്ച് പ്രാദേശിക തലത്തിൽ പോലീസിന്റെ നേതൃത്വത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അതേസമയം തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ദിവസങ്ങൾക്ക് മുൻപ് വടകര തിരിച്ചുപിടിക്കാനാകുമെന്ന വിലയിരുത്തലുമായി CPM എത്തിയിരുന്നു. KK ശൈലജയ്ക്ക് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സാധിക്കുമെന്നാണ് CPMന്റെ കണ്ടെത്തൽ. ബ്രാഞ്ച് ബൂത്ത് തല കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വടകരയിൽ വിജയം പ്രതീക്ഷിക്കുന്നത്. 1200 മുതൽ 1500 വരെ വോട്ടുകൾ നേടാൻ സാധിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. NDAക്ക് വടകരയിൽ കാര്യമായ മുന്നേറ്റം CPM പ്രതീക്ഷിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിൽ വാശിയേറിയ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്നാണ് വടകര. മുരളീധരനിൽ നിന്നും മണ്ഡലം തിരിച്ചുപിടിക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് KK ശൈലജയെ CPM ഇവിടെ മത്സരിപ്പിച്ചത്. തുടക്കത്തിൽ പ്രചരണത്തിലേറെ മുന്നേറാനും അവർക്ക് സാധിച്ചിരുന്നു. എന്നാൽ മുരളീധരന് പകരം പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകരയിൽ എത്തിയതോടെ തിരഞ്ഞെടുപ്പ് ചിത്രം തന്നെ മാറി. ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും ശക്തമായ മത്സരം നടക്കുന്ന മണ്ഡലമായി വടകര മാറുകയായിരുന്നു. കണ്ണൂർ ജില്ലയിലെ 2 നിയമസഭാ മണ്ഡലങ്ങളും കോഴിക്കോട് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളും ഉൾപ്പെടുന്നതാണ് കണ്ണൂർ ലോക്സഭാ മണ്ഡലം. 5 മണ്ഡലങ്ങളിൽ CPMഉം ഒരിടത്ത് RMPയും ഒരിടത്ത് LJDയുമാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. ഇത്തവണ കളി മാറുമോ എന്ന് ജൂൺ 4 അറിയാം.